ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് ഫംഗ്ഷനെ കുറിച്ചാണ്. വിൻഡോസ് ഫംഗ്ഷനിലെ റാങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റാങ്ക് നമ്മൾ വിൻഡോസ് ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. റോസ് ഇപ്പോൾ നമുക്കൊരു ടേബിളിനെ റോ വൈസിൽ അനാലിസ് ചെയ്യണമെങ്കിലാണ് വിൻഡോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ അതിൽ ഇനി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് തരം റാങ്കിങ് ഉണ്ട്. ഒന്ന് സാധാ നോർമൽ റാങ്ക്, രണ്ടാമത്തെ ഡെൻസ് റാങ്ക്, മൂന്നാമത്തെ റോ നമ്പർ. ഓക്കെ, ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ വൈസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കുകളാണ് എടുത്തത്. 19, 18, അതേപോലെ തന്നെ 18, 17, 16, 15 ഇത്ര മാർക്കുണ്ട്. ഇത് സെക്ഷൻ ബേസ് ആണ്. എ എ ബി എ ബി എ ബി ഉള്ള സെക്ഷൻ ബേസ് ആണ് ഈ മാർക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി റാങ്ക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റാങ്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ റാങ്ക് വൈസ് എടുക്കുകയാണെങ്കിൽ റാങ്ക് വൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ റാങ്ക് വൈസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യലേക്കാൽ ഈ ടോട്ടൽ മാർക്ക് ഇതാണ് നമ്മൾ ടോട്ടൽ മാർക്ക്. ഓക്കെ, ഈ ടോട്ടൽ മാർക്കിൽ നിന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഉള്ളതിന് നമ്മൾ 1 എന്നുള്ള റാങ്ക് കൊടുക്കും. അത് സാധാരണ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന പോലെ. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് മാർക്ക് വരുന്നത് 19 ആണ്. ഓക്കെ, 19 നമ്മളിവിടെ റാങ്കിൽ 1 എന്നുള്ള റാങ്ക് കൊടുത്തു. ഓക്കെ, 1 എന്നുള്ള റാങ്ക് കൊടുത്തു. ഇനി ഈ രണ്ടാമത്തെ റാങ്ക് ഉള്ളത് 18 ആണ് അല്ലേ. 80 എന്നുള്ളത് 2 എന്നുള്ള റാങ്ക് കൊടുത്തു. ഓക്കെ, പിന്നെ വീണ്ടും ഒരു 80 വന്നു. അപ്പോൾ റാങ്കിൽ നമ്മൾ വീണ്ടും അതിന് സെയിം റാങ്ക് തന്നെ കൊടുക്കല്, 2 എന്നുള്ള റാങ്ക് കൊടുക്കും. ഇനി ഇതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 17 ആണ്. പക്ഷെ ഇവിടെ 3 4 എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ റാങ്ക് സിസ്റ്റം ആണെങ്കിൽ 2 കഴിഞ്ഞ് ഇവിടെ ശരിക്കും 3 കൊടുക്കേണ്ടിയിരുന്നു. ഈ 18 3 കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ സെയിം റാങ്കാണ് കൊടുത്തത് റാങ്കിൽ. അപ്പോൾ അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒന്ന് എത്രണ്ണാണോ കോമൺ ആയിട്ടുള്ളത് അതിനെല്ലാം ഓരോ നമ്പർ ഇങ്ങനെ അഡീഷണൽ ആഡ് ചെയ്ത് പോകും. ഇപ്പൊ ഇവിടെ 3 വരേണ്ടതായിരുന്നു. അപ്പൊ ഇവിടുത്തെ 17 നമ്മൾ 4 എന്നുള്ള റാങ്ക് കൊടുത്തു. 4 എന്നുള്ള റാങ്ക് കൊടുത്തു. ഓക്കെ, ഇനി 16 നെക്സ്റ്റ് വലിയ സംഖ്യ 60 ആണ്. അതിന് നമ്മൾ 5 എന്നുള്ള റാങ്ക് കൊടുത്തു. ഇനി അടുത്ത സംഖ്യ ഏറ്റവും വലിയ റാങ്ക് എന്നുള്ളത് 60 ആണ്. അത് 50 ആണ്. അപ്പോൾ അതിന് നമ്മൾ 6 എന്നുള്ള റാങ്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റാങ്ക് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റാങ്ക് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതും, മനസ്സിലാക്കും. ഓക്കെ, റാങ്ക് കൊടുക്കൽ ഏത് നമ്മൾ ടോട്ടൽ നമ്മൾ ഏതിനാണോ റാങ്ക് കൊടുക്കുന്നത് അതിൽ ഏറ്റവും ഹയർ മാർക്ക് വരുന്നത്, ഇവിടെ മാർക്ക് ഹയർ എമൗണ്ട് അതാ വരുന്നത്, അതിന് 1 റാങ്ക് കൊടുക്കും. സെയിം വരുന്നുണ്ടെങ്കിൽ അത് സെയിം റാങ്ക് തന്നെ കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് വരുന്നതിന് എത്രണ്ണം സെയിം റാങ്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഓരോന്ന് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സംഖ്യ ഏതാണ് വരേണ്ടത് ആ റാങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഡെൻസ് റാങ്ക്. ഓക്കെ, ഡെൻസ് റാങ്ക്. ഈ ഡെൻസ് റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ നോക്കിയോളൂ. ഈ സെയിം പ്രകാരം റാങ്കിന് കൊടുത്ത പോലെ തന്നെ ഏറ്റവും ഹയർ മാർക്കിന് നമ്മൾ ഡെൻസ് റാങ്കിലും എന്താക്കും, 1 റാങ്ക് തന്നെ കൊടുക്കും. പിന്നെ രണ്ടാമത്തതിന് 2 റാങ്ക് തന്നെ കൊടുക്കും. ഓക്കെ, സെക്കൻഡ് ഹയർ ഇത് സെയിം ആണ്. അപ്പോൾ ഇതിന് സെയിം റാങ്കിൽ കൊടുത്ത പോലെ തന്നെ 2 റാങ്ക് തന്നെ ഇവിടെ കൊടുക്കും. പിന്നെ ഇനി അടുത്ത് ഹയർ വരുന്നത് 17 ആണ്. ഓക്കെ, ഈ 17 ആണ് അടുത്ത ഹയർ വരുന്നത്. പക്ഷെ നമ്മളിവിടെ എന്താണ് കൊടുക്കുന്നത്, നേരത്തെ റാങ്കിൽ നമ്മൾ ഇവിടെ 2 കൊടുത്ത് ഇവിടെ 3 ആയതിന് കൺസെപ്റ്റ് 3 ആവേണ്ടതായിരുന്നു. 3 നമ്മൾ കൊടുക്കാതെ ഇതിന് 4 കൊടുക്കുകയാണ് ചെയ്തത്.
ഇവിടെ എന്താണോ നമ്മൾ ഡെൻസ് റാങ്ക് കൊടുത്ത് അതിന് ശേഷം വരുന്ന നമ്പറാണ് ഇവിടെ ഡെൻസ് റാങ്കിലും കൊടുക്കല്. ഓക്കെ, പിന്നെ 16 ആണ് വരുന്നത്. 16ൽ നമ്മൾ എന്താക്കി കൊടുത്ത് നെക്സ്റ്റ് ഹയർ ആണ്, അപ്പോൾ ഇതിന് 4 കൊടുത്തു. പിന്നെ 50 വന്നു, അവിടെ നമ്മൾ 5 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ടെൻസ് റാങ്കിങ് മനസ്സിലാക്കുക. അപ്പോൾ റാങ്കും ടെൻസ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഓരോന്ന് ഇടപെട്ടിട്ടുള്ള പരിപാടി ടെൻസ് റാങ്കിലില്ല, റാങ്കിൽ അതുണ്ട്. ഇനി റോ നമ്പർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് റോ നമ്പർ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കേണ്ടത്. ഇതെല്ലാം സെലക്റ്റിലാണ് കൊടുക്കല്. അതെങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കയ്യിൽ കാണിച്ചു തരാം. ആദ്യം ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാർക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, അത് മുകളിൽ നിന്ന് അടിയിലേക്ക് നമ്മൾ ഓരോ സെപ്പറേറ്റ് നമ്പർ അങ്ങ് കൊടുക്കും. 1 മുതൽ സ്റ്റാർട്ടിങ് 1 ആണ്, 1 മുതൽ അങ്ങനെ അടിയിലേക്ക് കൊടുക്കും. ഇത് കോമൺ ആണോ എന്ന് നമ്മൾ നോക്കില്ല. ഫസ്റ്റ് റോയിൽ നമ്മൾ ഫസ്റ്റ് റോ ഏതാണോ കിട്ടുന്നത് അതിൽ 1 എന്നുള്ള നമ്പർ കൊടുത്ത്, സെക്കൻഡ് റോക്ക് 2 എന്ന് കൊടുത്തു, തേർഡ് റോക്ക് 3 എന്ന് കൊടുത്ത്, ഫോർത്ത് റോക്ക് 4 എന്ന് കൊടുത്തു, 5 എന്ന് കൊടുത്തു, സിക്സ് റോക്ക് 6 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ഏത് മാർക്കൊന്നും നമ്മൾ ഇവിടെ മാർക്ക് സെയിം ആണോ അല്ല എന്നൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് റാങ്കിങ്, ടെൻസ് റാങ്ക്, അതേപോലെ തന്നെ റോ നമ്പർ, ഈ 3 കൺസെപ്റ്റ് നമ്മളിവിടെ മനസ്സിലാക്കി.